നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 2025 അവസാന മാസത്തിലൂടെയാണ്. വരാൻ പോകുന്നത് 2026 എന്ന് പറയുന്ന വർഷമാണ്. പുതുവർഷത്തിൽ എല്ലാ രീതിയിലുള്ള ഒരു ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ മാസം നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഷെൽഫിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം വസ്ത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നോക്കുക. എല്ലാ വസ്ത്രങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കുക. കഴിഞ്ഞ ഒരു വർഷമായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസമായി ഈ വസ്ത്രങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? ചില വസ്ത്രങ്ങൾ നമ്മളൊരു 1-2 കൊല്ലമായി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഭാവിയിൽ ഒരിക്കലും ഇനി നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവാം. അത്തരം വസ്ത്രങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. അതിനായി നമുക്ക് 2 ബോക്സുകൾ എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും ഈ 2 ബോക്സുകളിലേക്ക് മാറ്റാം. അതിൽ ഒന്നാമത്തെ ബോക്സിലേക്ക് മാറ്റേണ്ടത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളെല്ലാം ഒന്നാമത്തെ ബോക്സിലേക്ക് മാറ്റാം. രണ്ടാമത്തെ ബോക്സിലേക്ക് ഇനി ഒരിക്കലും ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നില്ല. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും സൈസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും വളരെ മോശമായ ഡ്രസ്സുകളായിരിക്കാം. അപ്പോൾ അങ്ങനെ 2 ബോക്സുകളിലാക്കി മാറ്റിയ ശേഷം നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യാം. വസ്ത്രങ്ങൾ കത്തിക്കുമ്പോൾ ആ ഓൾഡ് എനർജി നമ്മളിൽ നിന്ന് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അത് പുതിയ എനർജിക്ക് വരാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് വസ്ത്രങ്ങൾ കത്തിക്കുന്നത് ഒരു മോശമായ കാര്യമല്ല. നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന വസ്ത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം.